യെ പനീർ വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്കിതിൻ്റെ മിക്സ് തയ്യാറാക്കാവേ. അതിന് 100 ഗ്രാം പാലാണ് എടുത്തത്. 100 ഗ്രാം പാല് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പനീർ ടിക്ക മസാലയുടെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ആ മിക്സ് ഇട്ടിട്ട് നല്ല പോലെ പേസ്റ്റ് ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഞാൻ അതിട്ട് സ്പൂണിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് ഈ കൺസിസ്റ്റൻസിയിലാവുന്നവരെ നമ്മൾ ചെയ്യണേ. ടിക്ക മസാലയുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് പനീർ വെന്തിട്ടുണ്ടായിരുന്നേ. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പച്ചക്കറിയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി എന്ന് കണ്ടതിന് ശേഷം ഞാൻ അതൊന്ന് മറിച്ചിടുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ മിക്സിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ ആ പച്ചക്കറിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണേ. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. അടച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണേ. നമ്മുടെ പച്ചക്കറി എല്ലാം അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പനീർ ടിക്ക മസാലയുടെ മിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ പനീർ ടിക്ക മസാലയുടെ മിക്സ് വെച്ചിരുന്ന അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്രേവി വേണമെന്നാണെങ്കിൽ കുറച്ച് പാല് ചേർക്കണേ. ഞാൻ ഗ്രേവി വേണ്ടോ എന്നുള്ളത് കൊണ്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പനീർ മുഴുവനും ഇട്ടതിന് ശേഷം ഞാൻ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് മസാല എല്ലാം പനീറിൽ എത്തുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗ്രേവി കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നാണെങ്കിൽ പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കഴിക്കാവുന്നതാണ്. നമ്മുടെ കറി ഇപ്പം തന്നെ തിളച്ച് വരുന്നുണ്ട്. നല്ല മണവും കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ അപ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.